2 ദിവസത്തേക്ക് 11,000 രൂപ എഴുതി ഒപ്പിട്ട് മേടിച്ചതിന്റെ ബില്ല് ഞാൻ ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ഇതിനകത്ത് സാമ്പത്തിക തട്ടിപ്പുണ്ടെന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ്. ഏഷ്യാനെറ്റിനെ പറ്റിക്കുകയാണ് ഇവരെന്ന് പറഞ്ഞതാണ്. ചാനലിനെയും ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെയും പറ്റിച്ചുകൊണ്ട് പല മത്സരാർത്ഥികൾക്കും യഥാർത്ഥ പൈസ കൊടുക്കാതെ പലരെയും വിളിച്ചിട്ട്, ഇത് സിനിമയിൽ നടക്കുന്ന കാര്യമാണ്. സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ആൾക്കാരെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കും. എന്നിട്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ പറയും, എടാ നിനക്ക് അറിയാമല്ലോ, ഇത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്, ഈ കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗിച്ചോണം, പിന്നെ പൈസയും കാര്യങ്ങളൊന്നുമില്ല. ഒരുവിധപ്പെട്ട പിള്ളേരെല്ലാവരും വരികയും അഭിനയിക്കുകയും പൈസ മേടിക്കാതെ പോവുകയും ചെയ്യും. കാരണം അവർ ഇതിനകത്ത് അവർക്ക് അവസരം കിട്ടിയല്ലോ. പക്ഷേ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ത് ചെയ്യും? 10,000 രൂപ മുതൽ 50,000 രൂപ എഴുതിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി അയാൾ എഴുതിയെടുക്കും. അതുപോലെ ഒരുപാട് പിള്ളേരെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വിളിക്കും. എന്നിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പൈസ ഒരുപാട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ എഴുതിയെടുക്കാറുണ്ട്. ഞാൻ ഇനി ഒരുപാട് പ്രൊഡക്ഷൻ കൺട്രോളർമാരെന്ന് പറഞ്ഞാൽ എന്നെയാണോ ഉദ്ദേശിച്ചത്, അഖിൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വരണം. അഖിൽ കൃത്യമായിട്ട് പറയണം, കേരളത്തിൽ കിടക്കുന്ന എല്ലാ പ്രൊഡക്ഷൻ കൺട്രോളർമാരെയും അഖിൽ അങ്ങനെ പറഞ്ഞു എന്നൊന്നും ആരും പറയേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും